പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിനോട് അവർ കാണിച്ച ക്രൂരത. അപ്പം മാതാപിതാക്കളും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ കെട്ടിച്ചു വിടുന്നത് അവർക്ക് തീരെഴുതി കൊടുക്കുന്നതല്ല. അവിടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കെട്ടിച്ചു വിടുന്നു. അവർക്ക് ഗുണകരമല്ല. അവരുടെ ജീവൻ ആപത്തിലാകും. അവർക്ക് അവിടെ ഒരിക്കലും ഒരു സുരക്ഷിതത്വമല്ല എന്ന് ഉറപ്പ് നിങ്ങൾക്കായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചു കൊണ്ടുപോയി നിങ്ങൾ അവിടെ ജീവനെങ്കിലും രക്ഷിക്കാനുള്ള മാർഗം നോക്കണം. പിന്നെ രണ്ടാമത്തൊരു പക്ഷമുണ്ട്. ഭർത്താവ് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ ആരെങ്കിലുമൊക്കെ ഇൻസ്റ്റയിലൊക്കെ വിളിച്ചു പറക്കി പുതിയ കണക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉടനെ ഭർത്താവ് മോശക്കാരനാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കഥകൾ മെനഞ്ഞുണ്ടാക്കി നിൽക്കുന്ന പെൺകുട്ടികളുമുണ്ട്. അപ്പം അതിനെയൊക്കെ നിങ്ങൾ തന്നെയാണൊന്ന് നേരെ ചൊവ്വേ ആക്കുക. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം മഹിമ എന്തെന്ന് അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കുക. ഇന്നത്തെ കാലഘട്ടം വല്ലാത്ത ഒരു ദൂഷിച്ച കാലഘട്ടമായി മാറി. മനുഷ്യപ്പറ്റി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു തലമുറയുടെ തുടക്കം കുറിക്കുന്നൊരു കാലഘട്ടമായി മാറിയത്. ഇപ്പോൾ മനുഷ്യത്വരഹിതമായ മനുഷ്യരുള്ള ഇടത്തേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് ബലിദാനം ചെയ്യാതിരിക്കും. അപ്പം സൂക്ഷിക്കുക. പിന്നെ അന്നം അത് മറച്ചു വെക്കരുത്. മധുവിനെ അടിച്ചു കൊന്ന വയനാട് ഇപ്പോൾ ആ ഒരു ശാപത്തിൻ്റെ ആ ഒരു കണ്ണീരിൻ്റെ മാറ്റൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത് വീണ്ടും 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 പ്രകൃതി ഇങ്ങനെ ശോഭിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ മറക്കാതിരിക്കുക. എവിടെയാണോ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ കണ്ണീര് വീണോ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് ഭർത്തൃ വീട്ടിലെ യുവതിയുടെ ആത്മഹത്യയിൽ ആരോപണവുമായി യുവതിയുടെ കുടുംബം. വിവാഹം കഴിഞ്ഞ സമയം മുതൽ ജാതി പറഞ്ഞും സ്ത്രീധനം നൽകിയില്ല എന്ന് പറഞ്ഞും വഴക്കായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനം സ്വന്തം വീട്ടിൽ വന്നത്. പല ദിവസങ്ങളും പട്ടിണിക്കിടും. കാവ്യയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ അമ്മയാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത്. ചിക്കൻ കറി കൂടുതൽ കഴിച്ചു എന്ന പേരിൽ കഴിഞ്ഞ ദിവസവും വഴക്കുണ്ടായെന്നും ഇതിന് ഈ ഒരു യുവതി ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ മധുവിന് എന്തുകൊണ്ടോ ഓർമ്മ വരുന്നു. ഇത്തിരി അരിയെടുത്തതിനാണ് ആൾക്കൂട്ട വിചാരണയ്ക്കിടയിൽ ആ മധുവന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരനെ കുറേ മൃഗങ്ങൾ ചേർന്ന് അടിച്ചു കൊന്നത്. ഇത്തിരി അരിക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ വിശപ്പെന്നത് അത് വിശപ്പ് ഉള്ളവർ മാത്രമേ അതിൻ്റെ ഒരു ദണ്ണം മനസ്സിലാവുള്ളൂ. അപ്പോൾ നോക്കിക്കോളാം, ചിക്കൻ കറി ഒന്ന് അല്പം കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് വരെ ആ വീട്ടിൽ പീഡനമെങ്കിലേ ഈ പറയുന്ന പയ്യൻ ഇവളെ കല്യാണം കഴിച്ച ആ ഭർത്താവ് ആദ്യം 4 പൊട്ടയിൽ അവനാണ് കൊടുക്കാനുള്ളത്. കാരണം കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന പുരുഷനെന്ന വ്യക്തി തൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയാണ്. അപ്പം തൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ എന്തിനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്? പിന്നെ സ്ത്രീധനം കുറഞ്ഞു പോയി, ജാതി അധിക്ഷേപം. കല്യാണം കഴിക്കാണ്ട് വയസ്സാകുമ്പോൾ നാട് നീളെ പെണ്ണ് തപ്പി നടക്കും. വിവാഹം കഴിക്കാനായിട്ട് ഓടി നടക്കുമ്പോൾ അന്നേരം എന്ത് ചെയ്യും? പെണ്ണ് കിട്ടില്ല. കയ്യിലിരിപ്പം നല്ലതാണ്. അപ്പോൾ എന്തു ചെയ്യും? ഇനിയിപ്പോൾ ജാതിയും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം കഴിച്ചാൽ മതി എന്ന് എന്താണ് പയ്യനും തീരുമാനിക്കും, വീട്ടുകാരും തീരുമാനിക്കും. എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എന്താണ് വളരെ സന്തോഷത്തോടു കൂടി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഏതോ ദേവത വരാനിരുന്നു
ആ ദേവത എനിക്ക് ഇങ്ങ് എഴുന്നള്ളാൻ പാകത്തിൽ നിന്നപ്പോഴാണ് നീ വന്നത് എന്നൊക്കെ പറയുന്ന മുടന്തൻ ന്യായങ്ങൾ. അതിങ്ങനെയുള്ള ന്യായ ചിന്തകളാണ് കളയാനുള്ളത് മനുഷ്യൻ. കാരണം പെണ്ണും കിട്ടില്ല ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുടിച്ചും പെടുത്തൊക്കെ നടന്നിട്ട് ഇങ്ങനെ തല്ലും പിടിച്ച് ബഹളവും ഉണ്ടാക്കി അലഞ്ഞു പിടിച്ച് ചെറുപ്രായം മൊത്തവും പേരദോഷവും വരുത്തി നടക്കുന്ന പിള്ളേർ പെണ്ണ് കെട്ടി കഴിയാൻ വേണ്ടി ഒന്ന് പെണ്ണ് കെട്ടാനായിട്ട് പല ഇരട്ടത്താപ്പം കഴിച്ച് കല്യാണം കഴിച്ചിട്ട് പിന്നീടാണ് കുട്ടിക്ക് സൗന്ദര്യം പോരാ, സ്ത്രീധനം പോരാ, പിന്നെ പൊക്കം കുറഞ്ഞു പോയി, മുടി കുറഞ്ഞു പോയി, വണ്ണം കൂടിപ്പോയി, വണ്ണം കുറഞ്ഞു പോയി, അങ്ങനെ കുറ്റവും കുറവുകളുടെ ഒരു ഭാണ്ഡക്കെട്ട് തന്നെ തുറക്കും. ഈ പറയുന്ന വ്യക്തികളങ്ങ് എല്ലാം തികഞ്ഞ് സൽഗുണസമ്പന്നനല്ലേ. കെട്ടാൻ മുടി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു കല്യാണം നടന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കെട്ടി കൊണ്ടുപോയതിന് ശേഷം എന്തിനാണ് ഇത്തരം പീഡനങ്ങൾ സ്ത്രീകൾക്ക് മുമ്പിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് ഇത്രയേറെ ക്രൂരമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? കാരണം മനുഷ്യത്വമില്ലായ്മയാണ് അതിൻ്റെ ഒരു രഹസ്യം. മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തൻ്റെ ഭാര്യയാണ്, തൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് വളരെയധികം സ്നേഹിക്കും, അവരെ സംരക്ഷിക്കും. എൻ്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ പോലെ അവരെ സംരക്ഷിക്കും. ചില അമ്മായിമാർ ഇപ്പം ആ കുഞ്ഞിന് ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് അല്പം ചിക്കൻ കറി കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞാണ് വീണമെന്ന് പറയുമ്പോൾ എത്രമാത്രം ആ വീട്ടിൽ ആ കുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, എന്തുമാത്രം ആ കുട്ടി ആ വീട്ടിൽ ഓരോ നിമിഷവും ഭയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകണം. ഇനി ഇതിൽ നിന്നൊരു മുക്തി കിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എത്രമാത്രം അതിന് സഹിക്കാൻ പറ്റാത്ത നൊമ്പരങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ കാരണമായത്. നോക്കിക്കോളെ, അതൊരു ജീവനല്ലേ, എങ്ങനെ പറ്റുന്നു എന്നാണ്. ഇപ്പം ഈ അമ്മായിയമ്മയെന്ന് പറഞ്ഞ ഈ സ്ത്രീ അവരെ മകനെ വളർത്തി വിട്ട രീതി എങ്ങനെയായിരിക്കും? പെണ്ണ് കെട്ടാൻ നേരത്ത് നട്ടെല്ലുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ആ നട്ടെല്ലിന് പകരം വല്ല വാഴപ്പിണ്ടി വല്ലതും വെച്ച് വിട്ടതാണോ എന്ന് ഈ അവസരത്തിൽ ചോദിച്ചു പോകണം. കാരണം പണിക്ക് പോയി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ പെണ്ണ് കെട്ടരുത്. കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് അസുഖം വരും, ഭാര്യയ്ക്ക് അസുഖം വരും, ഭാര്യയ്ക്ക് ഡ്രസ്സുകൾ വാങ്ങണം, അവർക്ക് ഇന്നർ വാങ്ങിക്കണം, അവർക്ക് ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ കുട്ടികൾക്കും ഡ്രസ്സുകൾ വേണം, അവർക്ക് ആവശ്യമായുള്ള സാധന സാമഗ്രികൾ എല്ലാം വേണം. ഇതെല്ലാം വാങ്ങിക്കൊടുക്കണമെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കി ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള തൻ്റെ ഇടവും കഴിവും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാനുള്ള തീരുമാനം നന്നായിരിക്കും. അല്ല അമ്മയുടെ ഇഷ്ടമോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടമോ നോക്കിയോ അതല്ലെങ്കിൽ കുറച്ച് സ്ത്രീധനം കിട്ടി അത് വെച്ച് തൽക്കാലം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കരുത്. അത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല. നോക്കിക്കോളണം, എത്രമാത്രം ദുഃഖം അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. എങ്ങനെ തോന്നുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ശാരീരിക ബലഹീനത തീർക്കാനുള്ള ഒരു ഉപകരണമല്ല സ്ത്രീ എന്ന് ആദ്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് മാത്രം നിങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഒരു ഉപകരണമാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. അവർക്കുമുണ്ട് ഇഷ്ടങ്ങളും, ഒരു പച്ചയായൊരു മനുഷ്യനാണ്, അവരുടേതായിട്ടുള്ള അഭിമാനങ്ങളുണ്ട്. ഇപ്പോൾ സ്വന്തം അഭിമാനത്തെ നഷ്ടപ്പെടുത്തി കീറി മുറിച്ച് ഓരോ നിമിഷവും ഇട്ട് കുത്തി 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 അതിനെ നോയിപ്പിച്ചിട്ട് ഇങ്ങനെ പീഡിപ്പിച്ച് ഓരോ നിമിഷവും ക്രൂരമായിട്ട് നൊമ്പരപ്പെടുത്തി അതിനെ കൊല ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ജയിലിൽ പോയി കിടന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പം ഈ കുട്ടി മരിച്ചു. ഇതുപോലെ തന്നെ പീഡനങ്ങൾ സഹിച്ചു കഴിയുന്ന എത്രയോ
യുവതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എത്രയോ വൃദ്ധരായ മുത്തശ്ശിമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ചില സ്ത്രീകൾ ഒരു രക്ഷയില്ല, വൃത്തികെട്ട സ്വഭാവമാണ്. ഇങ്ങനത്തെയും ഭക്ഷണം മാറ്റി വെക്കുക എന്ന് പറയുന്നത്. നമ്മളൊന്ന് നമ്മുടെ ചുറ്റും വീക്ഷിച്ചാൽ മനസ്സിലാവും ഒരു മനുഷ്യൻ എന്തോ ഒരു ആഹാരം കഴിക്കുന്നത്. ഒരിത്തിരി അവനവൻ്റെ വയറ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, അല്ല ആ കലത്തിലുള്ള മൊത്തവും തിന്ന് നിറയ്ക്കാനായിട്ട് പറ്റില്ല. വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം പിന്നെ മലമയം പോകാനുള്ളതാണ്. എന്നിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് ഓരോ വ്യക്തികളെയും പീഡിപ്പിക്കുമ്പോൾ ഓർക്കും, നാളെ ഈ കണ്ണീരെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ തലയിൽ വീഴും. അതങ്ങനെ വീഴാതിരിക്കത്തൊന്നുമില്ല. അത് നമ്മൾ എത്രയോ അനുഭവങ്ങൾ കണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടുന്ന ശിക്ഷ മാത്രമല്ല, ദൈവത്തിൻ്റെ കോടതി എന്ന ഒരു കോടതിയുണ്ട്. അവിടെ താങ്കൾക്ക് കിട്ടുന്ന ശിക്ഷ ഒരിക്കലും ആർക്കും പറയാൻ പറ്റാത്ത വിധമായിരിക്കും. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ വരാതിരിക്കാനായിട്ടാണ് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ ഞാൻ അറിയാതെ ഓർത്ത് തുഷാര എന്നൊരു പെൺകുട്ടിയാണ്. ഓർമ്മയുണ്ടോ? 23 വയസ്സോ എങ്ങോട്ടും ഉള്ളൊരു പെൺകുട്ടി, അത് 33 അങ്ങോട്ടാന്ന് തോന്നുന്നു. ആ വയസ്സങ്ങ് മറന്നുപോയി. അതിന് മരണപ്പെടുമ്പോൾ അതിൻ്റെ തൂക്കം വെറും 20 കിലോ ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, വെറും കുറച്ച് അരിയും കൊടുത്ത് പിന്നെ ഇച്ചിരി പഞ്ചസാര വെള്ളം കലക്കി കൊടുത്ത് ആ കുട്ടിയെ പീഡിപ്പിച്ചത് അമ്മായിയമ്മയും സ്വന്തം ഭർത്താവുമാണ്. റൂമിൽ പൂട്ടിയിട്ട് ആരെയും കാണിക്കാതെ നമ്മൾ കണ്ടതാണ്. എല്ലും തോലുമായി അസ്ഥിപഞ്ജരമായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ യഥാർത്ഥ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിനോട് അവർ കാണിച്ച ക്രൂരത. അപ്പം ആ മാതാപിതാക്കളും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ കെട്ടിച്ചു വിടുന്നത് അവർക്ക് തീരെഴുതി കൊടുക്കുന്നതല്ല. അവിടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കെട്ടിച്ചു വിടുന്നു. അവർക്ക് ഗുണകരമല്ല, അവരുടെ ജീവൻ ആപത്തിലാകും, അവർക്ക് അവിടെ ഒരിക്കലും ഒരു സുരക്ഷിതത്വമല്ല എന്ന് ഉറപ്പ് നിങ്ങൾക്കായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചു കൊണ്ടുപോയി നിങ്ങൾ അവിടെ ജീവനെങ്കിലും രക്ഷിക്കാനുള്ള മാർഗം നോക്കണം. പിന്നെ രണ്ടാമത്തൊരു പക്ഷമുണ്ട്. ഭർത്താവ് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ ആരെങ്കിലുമൊക്കെ ഇൻസ്റ്റയിലൊക്കെ വിളിച്ചു പറക്കി പുതിയ കണക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉടനെ ഭർത്താവ് മോശക്കാരനാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കഥകൾ മെനഞ്ഞുണ്ടാക്കി നിൽക്കുന്ന പെൺകുട്ടികളുമുണ്ട്. അപ്പം അതിനെയൊക്കെ നിങ്ങൾ തന്നെയാണ് ഒന്ന് നേരെ ചൊവ്വേ ആക്കുക. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം മഹിമ എന്തെന്ന് അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കുക. ഇന്നത്തെ കാലഘട്ടം വല്ലാത്ത ഒരു ദൂഷിച്ച കാലഘട്ടമായി മാറി. മനുഷ്യപ്പറ്റി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു തലമുറയുടെ തുടക്കം കുറിക്കുന്നൊരു കാലഘട്ടമായി മാറിയത്. ഇപ്പോൾ മനുഷ്യത്വരഹിതമായ മനുഷ്യരുള്ള ഇടത്തേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് ബലിദാനം ചെയ്യാതിരിക്കും. അപ്പം സൂക്ഷിക്കുക. പിന്നെ അന്നം അത് മറച്ചു വെക്കരുത്. മധുവിനെ അടിച്ചു കൊന്ന വയനാട് ഇപ്പോൾ ആ ഒരു ശാപത്തിൻ്റെ ആ ഒരു കണ്ണീരിൻ്റെ മാറ്റൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത് വീണ്ടും 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 പ്രകൃതി ഇങ്ങനെ ശോഭിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ മറക്കാതിരിക്കുക. എവിടെയാണോ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ കണ്ണീര് വീണോ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും.